ലോക മെനഞ്ചൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ സംസാരിക്കുന്നു. മെനിഞ്ചൈറ്റിസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഒക്ടോബർ 5 വേൾഡ് മെനിഞ്ചൈറ്റിസ് ഡേ ആചരിക്കുകയാണല്ലോ. എല്ലാ വർഷവും ഒരു വിഷയം അഥവാ തീം ആധാരമാക്കിയാണ് ഈ ദിവസം ആചരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗികളിലും പൊതുജനങ്ങൾക്കിടയിലും മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക, അങ്ങനെ അതുമൂലമുള്ള മരണനിരക്കും വൈകല്യങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. എന്താണ് മെനിഞ്ചൈറ്റിസ്? നമ്മുടെ തലച്ചോറും സുഷുമ്നാനാഡിയും തലയോട്ടിയുടെയും നട്ടെല്ലിന്റെയും ഉള്ളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിന് 3 ആവരണങ്ങളുണ്ട്: ഡ്യൂറ, അരക്നോയിഡ് ആൻഡ് പയാമാറ്റർ. ഇതിനെ പൊതുവായി പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഈ ആവരണങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. പലതരം കാരണങ്ങൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. പ്രധാനമായി രോഗാണുക്കളാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. ബാക്ടീരിയ, വൈറസസ്, ഫംഗസ്, പാരസൈറ്റ് ഇതെല്ലാം മെനിഞ്ചൈറ്റിസിന് കാരണമാകാം. മണിക്കൂറുകൾ കൊണ്ട് വരുന്ന രോഗാവസ്ഥയെ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് എന്നും ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് വരുന്ന ഇൻഫെക്ഷനെ ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്നുമാണ് പൊതുവായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, പ്രത്യേകിച്ച് അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ക്രോണിക് മെനിഞ്ചൈറ്റിസിന്റെ ഒരു പ്രധാന കാരണം ട്യൂബർക്കുലോസിസ് ആണ്. പ്രതിരോധശക്തി കുറഞ്ഞവരിൽ ഫംഗസും തലച്ചോറിനെ ബാധിക്കാറുണ്ട്. നമ്മൾ സംശയിച്ചേക്കാം, ഇത് ഒരു സാധാരണ ഇൻഫെക്ഷൻ മാത്രമല്ലേ, ചികിത്സിച്ചാൽ മാറില്ലേ, പിന്നെ എന്തിനാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നതെന്ന്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ് ഡാറ്റ പ്രകാരം ഒരു വർഷം ഏതാണ്ട് 23 ലക്ഷം ആൾക്കാരെ മെനിഞ്ചൈറ്റിസ് ബാധിക്കാറുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 6-ൽ ഒരാളെങ്കിലും ഇതുമൂലം മരണപ്പെടാനും 5-ൽ ഒരാൾക്ക് സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിക്കാനും മെനിഞ്ചൈറ്റിസ് കാരണമായേക്കാം. ഇതിൽ പ്രധാനമായി സംഭവിക്കാറുള്ള വൈകല്യങ്ങൾ സ്ഥിരമായിട്ടുള്ള കേൾവിക്കുറവ്, പക്ഷാഘാതം, അപസ്മാരം, ബുദ്ധിവൈകല്യം എന്നിവയാണ്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന 10 മരണകാരണങ്ങൾ എടുത്താൽ മെനിഞ്ചൈറ്റിസ് അതിലൊന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മെനിഞ്ചൈറ്റിസ് എത്രത്തോളം ഭയക്കേണ്ട ഒരു അസുഖമാണെന്ന് നമുക്കറിയാമല്ലോ. ഇനി എന്താണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ്? പനി, ശക്തിയായ തലവേദന, പിന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു നെക്ക് സ്റ്റിഫ്നെസ്, അതായത് തല പതുക്കെ കുനിച്ച് താടി ശരീരത്തോട് മുട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിഫ്നെസ്. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പനി മെനിഞ്ചൈറ്റിസ് കൊണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 33 മുതൽ 41% ആളുകൾക്ക് മാത്രമേ ഈ 3 ലക്ഷണങ്ങളും ഒരുമിച്ച് തുടക്കത്തിൽ കാണുകയുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ, മയക്കം എന്നിവ കൂടുതലായിട്ട് കാണാം. പിന്നെ മറ്റു മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ അപസ്മാരം, കൈകാലുകളുടെ തളർച്ച, അബോധാവസ്ഥ എന്നിവയാണ്. ഈ ലക്ഷണങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പ്രകടമാകുകയാണെങ്കിൽ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് സംശയിക്കേണ്ടിയിരിക്കും. ചില രോഗാണുക്കൾ, ട്യൂബർക്കുലോസിസ്, ഫംഗസ് എന്നിവ ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടാണ് പ്രകടമാവാറുള്ളത്. അങ്ങനെയുള്ളവരിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, തലകറക്കം, കാഴ്ചമങ്ങൽ, കഴുത്തുവേദന എന്നിവയും ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഈ അസുഖം എല്ലാ പ്രായക്കാരെയും ബാധിക്കാം. പക്ഷേ 5 വയസ്സിന് മുമ്പും 65 വയസ്സിന് ശേഷവുമാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന വേളയിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഡയബറ്റിസ്, HIV, എയ്ഡ്സ് ഉള്ളവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തലയോട്ടിയിൽ പരിക്ക് പറ്റിയവർക്ക്, തലച്ചോറിൽ ഓപ്പറേഷൻ നടത്തിയവർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള റിസ്ക് കൂടുതലായി കണക്കാക്കപ്പെടുന്നു. ഈ ആളുകളിൽ സാധാരണ കാണുന്ന രോഗാണുക്കൾ കൂടാതെ ചില അപൂർവ രോഗാണുക്കൾ കൊണ്ട് മെനിഞ്ചൈറ്റിസ് വരാം. മെനിഞ്ചൈറ്റിസ് ബാധിതനായ വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് ഈ അസുഖം പകരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്ടീരിയ ബ്ലഡ് സ്ട്രീം വഴിയാണ് സാധാരണ തലച്ചോറിലെത്തുന്നത്. അല്ലെങ്കിൽ ചെവിയിലോ അല്ലെങ്കിൽ സൈനസസിലോ ഉള്ള ഇൻഫെക്ഷൻ വഴിയോ ഇത് തലച്ചോറിന്റെ ആവരണത്തിൽ എത്തിപ്പെടാം. പ്രധാനമായും ശ്വസനനാളിയിലെ മ്യൂക്കോസൽ പ്രതലത്തിൽ വളരുന്ന ബാക്ടീരിയകളാണ് പലപ്പോഴും രക്തത്തിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ മൂത്രാശയത്തിൽ നിന്നോ വൻകുടലിൽ നിന്നോ ചിലപ്പോൾ ഈ രോഗാണുക്കൾ ബ്ലഡ് സ്ട്രീമിൽ എത്തിച്ചേരാം. ഇതിൽ മെനിഞ്ചോകോക്കൈ കൊണ്ടുള്ള മെനിഞ്ചൈറ്റിസ് ബാധിച്ചവരുടെ അടുത്ത കോണ്ടാക്റ്റ് ഉള്ളവർക്ക് മാത്രമാണ് അസുഖം പകരാനുള്ള റിസ്ക് ഉള്ളതായി കണക്കാക്കപ്പെടുന്നത്.
ഇവർക്ക് ഇത് തടയുന്നതിനായി ചില ആൻറ്റിബയോട്ടിക്സും കഴിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു മെനിഞ്ചൈറ്റിസ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ധാരാളമായി കേൾക്കുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരുന്നതായി ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. തലയോട്ടിക്കുള്ളിലെ ഇത്ര സുരക്ഷിതമായിരിക്കുന്ന തലച്ചോറിലേക്ക് എങ്ങനെയാണ് ഇൻഫെക്ഷൻ എത്തിപ്പെടുക? അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പ്രധാനമായി രോഗാണു, ഞാൻ പറഞ്ഞതുപോലെ ബ്ലഡ് സ്ട്രീം വഴിയാണ് തലച്ചോറിൽ എത്തുന്നത്. ഈ അടുത്ത് നമ്മൾ ധാരാളമായി വായിച്ചിട്ടുണ്ടാവുമല്ലോ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥയെപ്പറ്റി. കേരളത്തിൽ ഈ മാസത്തെ കണക്ക് വരെ നോക്കിയാൽ 67ഓളം കേസുകളും 18 മരണങ്ങളും ഇതുമൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന നാഗ്ലേറിയ ഫൗളറി എന്ന ഫ്രീ ലിവിംഗ് അമീബ കുളങ്ങളിലും മറ്റും കാണുന്ന ഒരു അമീബയാണ്. നമ്മുടെ മൂക്കിൻ്റെ റൂഫും തലച്ചോറും വേർതിരിക്കുന്ന ഒരു നേർത്ത എല്ലിൻ്റെ പാളിയാണ് ക്രിബ്രിഫോം പ്ലേറ്റ്. ഈ എല്ലിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴി ചിലപ്പോൾ ഈ അമീബ ഉള്ള വെള്ളം തലച്ചോറിലേക്ക് കയറുകയാണെങ്കിൽ ഇൻഫെക്ഷന് കാരണമാകാമെന്നാണ് കരുതപ്പെടുന്നത്. എങ്ങനെ ഈ രോഗം നിർണ്ണയിക്കാം? രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടണം. രോഗം സംശയിക്കുന്ന ആളുകളുടെ ചില രക്തപരിശോധനകൾക്ക് ശേഷം സ്കാനിംഗ്, CT അല്ലെങ്കിൽ MRIക്ക് ശേഷം നട്ടെല്ലിലെ ഫ്ലൂയിഡ് പരിശോധനയിലൂടെയാണ് ഈ അസുഖവും അതിന് കാരണമായ രോഗാണുവിനെയും കണ്ടുപിടിക്കുന്നത്. അതായത് CSF പരിശോധനയിലാണ് ഈ രോഗം നിർണ്ണയിക്കുന്നത്. സമാനമായ രോഗലക്ഷണങ്ങൾ വേറെ ചില അവസ്ഥകളിലും ഉണ്ടാകാം. അതായത് സെപ്റ്റിക് എൻസെഫലോപ്പതി, പ്രത്യേകിച്ച് പ്രായമായവരിൽ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ വരുമ്പോൾ അവർക്ക് മയക്കം, അതുപോലെ തന്നെ അപസ്മാരമൊക്കെ സംഭവിക്കാം. പിന്നെ സെറിബ്രൽ മലേറിയ, ഹീറ്റ് സ്ട്രോക്ക് എന്നീ അവസ്ഥകളിലും ഈ രോഗലക്ഷണങ്ങളെ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. ഇത് ഒരു വൈദ്യ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ചികിത്സ ചുരുക്കി പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖത്തിൻ്റെ മരണനിരക്ക് 20 മുതൽ 25% വരെയാണ്. അതുകൊണ്ട് ഇത് സംശയിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കേണ്ടതുണ്ട്. ഏത് രോഗാണുവാണ് ഇൻഫെക്ഷൻ വരുത്തുന്നത് എന്നനുസരിച്ചിട്ടാണ് മരുന്നുകൾ തീരുമാനിക്കുന്നത്. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ചികിത്സ 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടേക്കാം. പെട്ടെന്ന് രോഗനിർണയം നടത്തി ആൻറ്റിബയോട്ടിക് ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ഇതുമൂലമുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ബ്രെയിൻ ആബ്സസ്, തലച്ചോറിലെ പഴുപ്പ്, ഹൈഡ്രോകെഫാലസ് അഥവാ തലച്ചോറിലെ വെള്ളക്കെട്ട്, സീഷേഴ്സ്, സ്ട്രോക്ക് എന്നിവ തടയാൻ ഒരു പരിധിവരെ സാധിക്കും. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിൽ 95% മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇന്ന് അതിൻ്റെ ഒരു 4 മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളൊരു ചികിത്സ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുമൂലം മരണനിരക്ക് 25% താഴെ എത്തിക്കാൻ സാധിച്ചു എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇനി മെനിഞ്ചൈറ്റിസ് തടയാൻ സാധിക്കുമോ? മെനിഞ്ചൈറ്റിസിന് കാരണമായ 3 പ്രധാന ബാക്ടീരിയകളാണ് ന്യൂമോകോക്കസ്, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ, മെനിഞ്ചോകോക്കൈ എന്നിവ. ഈ ബാക്ടീരിയകൾക്കെതിരെ വാക്സിനേഷൻ ലഭ്യമാണ്. ഇപ്പോൾ ശിശുക്കൾക്ക് DPT അഥവാ ഡിപ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ് എന്നിവയ്ക്കെതിരെ കൊടുക്കുന്ന വാക്സിനോടൊപ്പം ന്യൂമോകോക്കൽ വാക്സിനും ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ B വാക്സിനും കൊടുക്കുവാൻ പീഡിയാട്രീഷ്യൻസ് ഉപദേശിക്കാറുണ്ട്. ഇതുവഴി ഈ ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന മെനിഞ്ചൈറ്റിസും ന്യൂമോണിയയും കുറക്കാനാവുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി വേൾഡ് മെനിഞ്ചൈറ്റിസ് ഡേയുടെ സന്ദേശത്തിലേക്ക് തിരിച്ചുവരാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2020 തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ടു ഡിഫീറ്റ് മെനിഞ്ചൈറ്റിസ് ബൈ 2030 എന്നത്. അതായത് 2030 ആവുമ്പോഴേക്കും മെനിഞ്ചൈറ്റിസിനെ പരമാവധി തടയുക എന്നത്. ഇത് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മെനിഞ്ചൈറ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ ഈ ദിനം ആചരിക്കുന്നത്. ഈ വർഷം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീം ലൈറ്റ് ദ റോഡ് എഹെഡ് എന്നാണ്. അതായത് മുന്നോട്ടുള്ള പാതയിൽ പ്രകാശം പരത്തുക എന്നത്. ഇത് വളരെ അർത്ഥവത്തായൊരു സന്ദേശമാണ്. അറിവിലൂടെ, ഗവേഷണങ്ങളിലൂടെ, പൊതുജനാരോഗ്യ ഇടപെടലുകളിലൂടെ നമുക്ക് മെനിഞ്ചൈറ്റിസ് കുറയ്ക്കുവാൻ സാധിക്കും. ലോക മെനഞ്ചൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സപ്ന എറാട്ട് ശ്രീധരൻ. Shadha